അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. അതായത് ബിനോയ് തന്നെയാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. അപ്പം മോളെൻ്റെ ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ, എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങളിപ്പം പഠിക്കുക, പഠിച്ചതിന് ശേഷം വല്ല ജോലിയൊക്കെ നേടുമ്പം നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച്. ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് അങ്ങനെ ക്ലോസായി. പിന്നെയാണ് ഈ കണ്ടൻ്റ് എന്ന് പറയുന്ന ഐഡിയ വരെ ഇടയിൽ വന്നതും പിന്നെ അതൊരു പ്രണയമായിട്ട് മാറുന്നു. അപ്പം അന്ന് തൊട്ട് ഡൗണായിട്ട് ഈ ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെയും ഇതേ കണക്ക് ഇവൻ്റെ കാര്യവും പറഞ്ഞ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ സാർ, ഞാൻ ഇപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയല്ല, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ സ്റ്റേഷനിലൊന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞ്, കുഴപ്പമില്ല സതീഷ് വന്നാൽ മതി, ഞാൻ ഇനി വിളിക്കില്ല എന്ന് പറഞ്ഞ് അതിന് ശേഷം എന്നെ വിളിച്ചില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം എന്ന സ്ഥലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആദിത്യ എന്ന 18 വയസ്സുകാരി ജീവനൊടുക്കിയത്. ഈ പെൺകുട്ടി ജീവനൊടുക്കിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നേരിട്ട അധിക്ഷേപത്തെ തുടർന്ന് മനം നൊന്താണ് ഈ പെൺകുട്ടി ജീവനൊടുക്കിയത് എന്നാണ്. എന്നാൽ ഈയൊരു വിഷയത്തിൽ വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ ആദിത്യയുടെ അച്ഛനും അതുകൂടാതെ അനുജനും. ഇപ്പോൾ മറുനാടനുമായി ചേരുകയാണ് അവർ. മൊത്തത്തിൽ ഇപ്പോൾ ഇന്നലെ ചാനലൊക്കെ വന്നിരിക്കുന്നത് എൻ്റെ മോള് സൈബർ ആക്രമണത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിനോയ് എന്ന് പറയുന്ന അയാളായിട്ട് എൻ്റെ മോള് പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. അതായത് ബിനോയ് തന്നെയാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. അങ്ങനെ അതൊക്കെ തെറ്റായിട്ടുള്ള ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊമ്പതായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് പാറു. അപ്പം ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടും അച്ഛനോടായാലും നമ്മളോടായാലും കല്യാണം കഴിക്കുന്നതിനെ പറ്റി വരെ സംസാരിച്ചു. അപ്പം തിരിച്ച് നമ്മൾ പലപ്പോഴായിട്ട് അയാളുടെ വീട്ടിൽ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടും പറയാം നല്ലാതെ സംസാരിക്കാം, നമ്മൾ ഇവർ വീട്ടിൽ സംസാരിക്കാം സമയമുണ്ട് നല്ലാതെ അതിനങ്ങോട്ട് പറയാനുള്ളൊരിതിന് അനുവദിക്കില്ല. ഇൻസ്റ്റ വഴി തന്നെയാണ് ഫസ്റ്റ്. അവർ രണ്ടുപേരും മാത്രമായിട്ടായിരുന്നു, വേറൊരു പയ്യനുമായിട്ടായിരുന്നു ഇവർ കണ്ടന്റ് ക്രിയേഷൻ. അങ്ങനെ തമ്മിൽ ഇൻസ്റ്റയിൽ കണ്ടപ്പം ഈ പാറു എന്ന് പറയുന്ന വ്യക്തി അപ്പം ഈ കണ്ടന്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പം വെറും റീൽസ് അങ്ങനത്തെ ഇതിലായിരുന്നു പാറു. അങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ട് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് അങ്ങനെ ക്ലോസായി. പിന്നെയാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്ന ഐഡിയ വരെ ഇടയിൽ വന്നതും പിന്നെ അതൊരു പ്രണയമായിട്ട് മാറുന്നു. പ്രണയം നീണ്ടു നിന്നിട്ട് ഏകദേശം ഒരു 10-12 ഒരു വർഷത്തിനകത്ത് ആവും. ബ്രേക്കപ്പ് ആയ അത് അറിയത്തില്ല, അവരുടെ കാര്യമാണ്. അവൻ എന്തോ വേറെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ വേറെ ഏതോ പെൺകുട്ടികളായിട്ടുള്ള ഇതിലായിരുന്നു. അങ്ങനെ പറഞ്ഞ സംസാരമായിട്ടാണ് ആ പയ്യനായിട്ട് തന്നെയാണ് ഒഴിഞ്ഞു മാറിയത്. വരാറുണ്ടായിരുന്നു, എന്നെ കണ്ട് സംസാരിച്ചായിരുന്നു. അപ്പം മോളെൻ്റെ ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ, എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങളിപ്പം പഠിക്കുക, പഠിച്ചതിന് ശേഷം വല്ല ജോലിയൊക്കെ നേടുമ്പം നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മൾ അതിനുള്ള കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ബിനോയുടെ വീട്ടിൽ സംസാരിച്ചു. അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു, എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഈ ചാനൽ ഇവരെ വീഡിയോ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. എന്നാലും ഇടയ്ക്ക് മോൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് മക്കളെ എങ്ങനെയാണെന്ന്. ഇടയ്ക്ക് വെച്ച് ഇതേ കണക്ക് ബിനോയെ ഈ ബ്രേക്കപ്പ് ആയതിനു ശേഷം ബിനോയെ ഇതേ കണക്ക് പാറു മ്യൂസിയത്ത് പോയപ്പം ഇതേ കണക്ക് വേറൊരു പെൺകുട്ടിയുടെ കണ്ടായിരുന്നു പോയപ്പം.
അങ്ങനെ പോയി അവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിനോയ് തെറി വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു. അതാണ് നടന്ന സംഭവം. ഇത് വേറെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. FB വഴിയും ഇൻസ്റ്റ വഴിയും അല്ലാതെ IT പോളിയിലാണ്, വട്ടിയൂർക്കാവ് പോളിയിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് അങ്ങനെ ഓരോരുത്തർ അവനെപ്പറ്റി അവളടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച ലാസ്റ്റ് ഇവൻ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല. കാരണം അവൾ ആദ്യമേ ഇവരടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ കണ്ടൻറ്റിൻ്റെ ഇതിനെ ഇവർ സമ്മതിച്ചത്. ആദ്യമേ പറഞ്ഞുകൊണ്ട് എനിക്ക് പഠിക്കുന്നതിന് വലിയ കഴിവില്ല എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റണം, നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് +2 എങ്ങനെയെങ്കിലും എഴുതിയെടുത്തിട്ട് പഠിത്തത്തിലൊന്നും അങ്ങനെയുള്ള യാതൊരു ഇതും വന്നിട്ടില്ല. തോറ്റേൻ്റെ ഇതിൽ വന്നിട്ടില്ല. കാരണം ഇന്നലെ ഇവിടെ ആരൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അത് തോറ്റത് പോയതുകൊണ്ടാണ് എൻ്റെ ഒരിക്കലുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ മോള് എൻ്റെ തോറ്റൽ കളിച്ച് ചിരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പോയത്. രണ്ടാമത് എഴുതാൻ വേണ്ടി എഴുതിയിടാൻ പറഞ്ഞു, അതിനൊക്കെ പോയിട്ടാണ് നിന്നത്. അതുകൊണ്ട് പഠിത്തത്തിലൊന്നും തോറ്റേൻ്റെ പേരിലൊന്നും യാതൊരു ഇതുമില്ല. ബ്രേക്കപ്പായിട്ടാണ് 2 മാസം 2 മാസമായി. 2 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ? സൂചന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബിനോയ് തന്നെയാണ്. ഈ ഇടയ്ക്ക് കാരണം ഈ മെയ് മാസത്തിലെ അവസാനമായിട്ടാണ് മ്യൂസിയത്തിൽ വെച്ച് കാണുന്നത്. അപ്പോൾ അതിനുശേഷമാണ് മൊത്തത്തിൽ ഡൗൺ. കാരണം ഇവിടെ ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ ഡൗൺ ആവുന്നത്. ഈ ബ്രേക്കപ്പായ ടൈം തൊട്ടാണ്. കാരണം നമുക്ക് രാത്രി ഉറക്കമില്ല. അങ്ങനെ കാണിച്ചപ്പോഴാണ് ഡിപ്രസ്ഡ് ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റായപ്പം ഏകദേശം മെയ്യിൽ വെച്ചാണ് ഇവൻ അവസാനമായിട്ട് കാണുന്നത്. അപ്പോൾ തെറി പറഞ്ഞ് ഇതേ കണക്ക് പറഞ്ഞു വിടണം, സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ. അപ്പം അന്ന് തൊട്ട് ഡൗണായിട്ട് ഈ ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെയും ഇതേ കണക്ക് ഇവൻ്റെ കാര്യവും പറഞ്ഞ് ഡൗൺ ആയിരുന്നു. ഇതിന് കാണിച്ച അതിൻ്റെ ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അച്ഛനും കുടുംബത്തിൽ നിന്നൊരു പരാതി നൽകിയ സൈബർ ബുള്ളിങ് അല്ല അല്ലെങ്കിൽ മറ്റൊരു രീതി കാരണം ഉണ്ടെന്നൊരു പരാതി നൽകിയാൽ മാത്രമേ പോലീസിന് ആ രീതിയിൽ അന്വേഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പരാതി കൊടുത്തായിരുന്നോ പോലീസിന്? പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. എന്ത് പറഞ്ഞാണ് പരാതി കൊടുത്തത്? കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള എൻ്റെ മകളും ഈ ബിനോയായിട്ട് പ്രണയത്തിലായിരുന്നു. അല്ലാതെ പ്രണയത്തിലായി എൻ്റെ മകളെ ചതിച്ചതിൻ്റെ ഇതിൽ തന്നെയാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത്. അല്ലാതെ സൈബർ അതിനൊന്നും അങ്ങനെയൊന്നും അല്ല. ഇത് മൊത്തം കാരണം ഒരാൾ പറഞ്ഞു മുമ്പൊരു ഇതേ കണക്ക് ഇവിടെ അവർക്ക് പരിചയമുള്ള ഒരാൾ ഇതേ കണക്ക് കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ അയാൾ നേരിട്ട് കണ്ടാണ് സംസാരിച്ച്. അത്രയ്ക്ക് ബോൾഡാണ്. ഒരു പേടി എന്ന് പറയുന്ന സംഭവം. കാരണം നമ്മൾ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിയില്ല. അങ്ങനെയാണ് പാറു എന്ന് പറയുന്നത്. ഇതുവരെ എവിടെ എന്നാലും വഴിയിൽ വെച്ചൊരു ആണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ 7 മടങ്ങായിട്ടുള്ള രീതിക്ക് സംസാരിക്കുന്ന വ്യക്തിയാണ് അവൾ. അങ്ങനെ അവൾ ഈ നിസാര ഈ കമൻറ്റിൻ്റെ കേസിൽ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും സമ്മതിച്ചു തരില്ല. അപ്പോൾ ഈ പയ്യനെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം അല്ലേ? നിയമ നടപടിയായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. നിയമത്തിൻ്റെ മുമ്പ് അവനെ കൊണ്ടുവരും. അത് തന്നെയാണ് നമ്മളെ ആഗ്രഹം. അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുഭവിക്കണം. എൻ്റെ മോൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോളെ ഇനി തിരിച്ചൊന്നും കിട്ടൂലല്ലോ. എൻ്റെ മോൾ മരിച്ചു പോയില്ലേ. എൻ്റെ മോൾ മരിച്ചു. അതുകൊണ്ട് എനിക്കിനി എൻ്റെ മോളെ തിരിച്ച് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവരണം. ഇത് മറ്റൊരു പെൺകുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല. അതും ഓർത്താണ് ഞാൻ പറയുന്നത്. നല്ല സഹകരണമാണ്. കാരണം നമ്മൾ എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം തന്നെ എന്നെ വിളിച്ചായിരുന്നു. അപ്പം ഇൻസ്പെക്ടർ വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞ് ഇതുപോലെയാണ് ഇന്ന സ്റ്റേഷനിൽ നിന്നാണ് മോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരി തന്നെ സാർ, 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, ഞാൻ ഇപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയല്ല, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ സ്റ്റേഷനിലൊന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കുഴപ്പമില്ല സതീഷ് വന്നാൽ മതി, ഞാൻ ഇനി വിളിക്കില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ല. അതായത് മകൾ തിങ്കളാഴ്ച രാത്രിയാണ് ഇതിനെ ആത്മഹത്യ ശ്രമിച്ചത്. പിറ്റേ ദിവസം ആണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. അവർ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടുമില്ല. നല്ല ഇതായിട്ടാണ് നമ്മളെ കൂടെ സഹകരിച്ചത്.
നല്ല പിന്തുണ ഉണ്ടായിരുന്നു. കാരണം നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, മകൻ അങ്ങനെ ആ ഒരു ഇതല്ല. നമ്മളൊരു കൂട്ടുകാരെ പോലെ കഴിഞ്ഞ കുടുംബമാണ് നമ്മളെ കുടുംബം. ആ കുടുംബമാണ് ഈ ബിനോയ് എന്ന് പറയുന്ന ഒറ്റ ഒരുത്തൻ കാരണമാണ് നമ്മളെ ഈ കുടുംബം ഇങ്ങനെ ആക്കിയത്. ശരിക്കും ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടും കുട്ടി ഓക്കെ ആയിരുന്നു, പക്ഷെ അന്ന് ആ മ്യൂസിയത്തെ ആ ഒരു കാഴ്ചയാണ് ശരിക്കും. ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഓക്കെ അല്ലായിരുന്നു. കാരണം ബ്രേക്കപ്പ് ആയില്ലേ, കാരണം ഇത്രയും മാസം കൊണ്ടുള്ള റിലേഷൻ ബ്രേക്കപ്പായി. കാരണം അവൾ അത്രയ്ക്ക് ഇതായിട്ട് അവനെ കണ്ടിട്ട്, കാരണം അവന് തിരിച്ച് അവൾ മാത്രമല്ല പലരും ഉണ്ട് എന്ന് അറിഞ്ഞ് തൊട്ട് ഇതായപ്പോൾ അങ്ങനെയല്ലേ ഡിപ്രഷൻ്റെ ഇത്. അത് കഴിഞ്ഞ് പിന്നെ ഇതും കൂടെ ആയപ്പം മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. അപ്പോൾ അവൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി. അല്ലാതെ അനിയനോട് എന്തെങ്കിലും സംസാരിക്കായിരുന്നു, ഈ കാര്യമൊക്കെ സംസാരിക്കായിരുന്നു, എല്ലാം ഷെയർ ചെയ്യുന്നത് അനിയനായിരുന്നു. അച്ഛനും അമ്മയെക്കാളും കൂടുതൽ അനിയനായിരുന്നു. അല്ല, ഒരേപോലെ തന്നെ എല്ലാവരും ഒരേപോലെ തന്നെ. കാരണം അതാണ് കൂട്ടുകാരെ പോലെ എഴുതുന്നത്. അല്ലാതെ ജസ്റ്റ് അച്ഛനമ്മ അങ്ങനെ ഭയം അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യവും തുറന്നു പറയുന്നത്. അവൾക്ക് അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. ഈ ഹോസ്പിറ്റലിലായതിനു ശേഷം ആ പയ്യൻ എന്തെങ്കിലും കാണാൻ വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല. അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം തന്നെ അവിടെ ഒരു പയ്യൻ ഇതുപോലെ കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന ആളല്ലോ, പാറുവിനെ അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ അത് വിളിച്ചപ്പോൾ എന്താ 2 മാസം കൊണ്ടാ എന്തോ ബിനോയ് എന്ന് പറഞ്ഞ വ്യക്തി ചോദിക്കുന്നത് 2 മാസം മുമ്പ് പോയതല്ലേ, ഇനി എന്തിന് ഞാൻ ഇതിലെന്ത്, എനിക്കെന്താണ് ഇതിൽ കാര്യം? അങ്ങനെയാണ് ബിനോയുടെ തിരിച്ചുണ്ടായിരുന്ന റെസ്പോൺസ്. വേറൊരു ആൾ ഇത് കണക്ക് ചോദിച്ചപ്പം വേറെ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ തലയിലാക്കുന്ന എന്തിന്, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം അവനെന്നും പറഞ്ഞ് അവൾ നടന്നിട്ട് അപ്പം തിരിച്ച് നമ്മളുടെ ഒരു ജസ്റ്റ് അത്രയ്ക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കുക, ആ ഒരു ഇതെങ്ങനെ കാണിച്ചത്. അവൻ അതും ഇല്ല. മോള് മരിച്ചിട്ട് വീഡിയോ ഇട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ കാണാറില്ല, എനിക്കതിനെ കുറിച്ചൊന്നുമില്ല. ഇന്നലെ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. മോള് മരിച്ചിട്ടും അവൻ വീഡിയോ ഇട്ടെന്നാണ് ഉള്ള ഇത്. അപ്പോൾ അത്രയ്ക്കുള്ള ഒരു മനസ്സാക്ഷിയല്ലേ ഉള്ളൂ അവന്. അപ്പോൾ അതുകൊണ്ട് അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ. ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ചാനൽ പറഞ്ഞത് നമ്മൾ എൻ്റെ മകൾ സൈബർ ആക്രമണമാണ് ഉണ്ടായതെന്ന്. അത് കുടുംബം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏത് കുടുംബം ഒന്നുമില്ല. ഇപ്പം കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മോനുമാണല്ലോ. നമ്മൾ പറഞ്ഞാലല്ലേ അത് വരുള്ളൂ. മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ അതിനിപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അന്വേഷണം അവർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അവനെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. എന്തായാലും അച്ഛനും അനുജനും മറുനാടനോട് പറഞ്ഞു വയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിലുണ്ടായ അധിക്ഷേപമല്ല ഇത്തരത്തിൽ ഈ ഒരു പെൺകുട്ടി തങ്ങളുടെ മകൾ ചേച്ചി ആത്മഹത്യ ചെയ്യാൻ കാരണമായത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അവൾ ബോൾഡായ ഒരു പെൺകുട്ടിയാണ്. അത്തരത്തിൽ ആത്മഹത്യ, അതായത് ഈ ഒരു അധിക്ഷേപം മൂലം ആത്മഹത്യ ചെയ്യുന്ന ഒരു ആളല്ല. ഈ നെടുമങ്ങാട് സ്വദേശിയായ ഈ ഒരു യുവാവ് ചെയ്ത ചതി മൂലമാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമായത് എന്നാണ് ഈ കുടുംബം നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.